തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പ്രതികരണവുമായി MK രാഘവൻ MP. അടിസ്ഥാനരഹിതമായ വസ്തുതകളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നതെന്ന് MK രാഘവൻ പറഞ്ഞു. എഡ്യൂക്കേഷൻ സെന്റർ രൂപീകരിച്ചത് 80കളിലായിരുന്നു. 3 ഘട്ടങ്ങളിലായി താൻ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് സ്വയം അതിൽ നിന്ന് മാറി. 6 മാസം മുൻപാണ് വീണ്ടും സ്ഥാനത്തേക്ക് വരുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4 തസ്തികകളിലും നിയമനം നടത്തിയത് കൃത്യമായാണെന്ന് MK രാഘവൻ പറഞ്ഞു. ഇന്റർവ്യൂ നടത്തിയത് താനല്ലെന്നും ജോയിന്റ് സെക്രട്ടറി തലത്തിലെ ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 51 അപേക്ഷ വന്നു. അഭിമുഖത്തിൽ 40 പേർ പങ്കെടുത്തു. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റിൽ 16 ആപ്ലിക്കേഷൻ വന്നു. അഭിമുഖത്തിൽ വന്നത് 9 പേരാണ്. 4 തസ്തികകളിലായി 83 അപേക്ഷകൾ കിട്ടി. ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിൽ ഒരു ഒഴിവാണുള്ളത്. ഇത് ഭിന്നശേഷി സംവരണമാണ്. 8 പേർ അപേക്ഷിച്ചു. ഹാജരായത് 7 പേരാണ്. ഭിന്നശേഷിക്കാരിൽ ആദ്യ പരിഗണന നൽകേണ്ടിയിരുന്നത് അന്ധരായവർക്കാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. മാനദണ്ഡം അനുസരിച്ച് രണ്ടാമത്തെ പരിഗണന കേൾവിക്കുറവ് ഉള്ളവർക്ക് നൽകണം. ഈ മാനദണ്ഡമാണ് പാലിച്ചത്. രാഷ്ട്രീയം നോക്കി നിയമനം നടത്താൻ കഴിയില്ല. ഈ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലാണ് വിവാദമുണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ജോലി നൽകിയില്ലെങ്കിൽ കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 നിയമനങ്ങളും നടന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്നും അദ്ദേഹം വിശദമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.